ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എക്സ് ലേണിംഗ്. സോ NSMC 2026 ഫ്രീ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം NSMC എക്സാം എന്ന് പറയുന്നത് XNY ലേണിംഗും ഹിന്ദുവുമായിട്ട് നമ്മൾ പാർട്ണറപ്പ് ചെയ്ത് നടത്തുന്ന ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീവ് എക്സാം ആണ്. സോ ക്ലാസ് 5 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസ് എല്ലാം ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ഈ NSMC എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക. NSMC എക്സാം എഴുതുന്നതിലൂടെ നമുക്കറിയാം നമ്മൾ ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ ഭാവിയിൽ എഴുതാൻ പോകുന്നുണ്ടല്ലേ. അങ്ങനെ എഴുതാൻ പോകുമ്പോഴുള്ള അതിലേക്കുള്ള ഒരു എക്സ്പോഷറും ഒരു പ്രാക്ടീസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് എടുക്കാവുന്നതാണ്. ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എക്സാം എഴുതുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലെവൽ മനസ്സിലാക്കാനൊക്കെ ഈ NSMC എക്സാമിലൂടെ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇന്ന് നമ്മൾ മാത്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും വരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള സബ് ടോപ്പിക്സ് അടക്കമുള്ള വീഡിയോ നമ്മളുടെ ക്ലാസ് 10ന്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, യെസ്, ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്കറിയാം റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലാസ് 10ൽ LCM HCF ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളൊരു പാർട്ടാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ LCM HCF കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈൻഡ് LCM ആൻഡ് HCF ഓഫ് 90 ആൻഡ് 168 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 90ൻ്റെയും 168ൻ്റെയും LCM HCF കണ്ടുപിടിക്കണം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് LCM HCF കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. യെസ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. സോ LCM കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ട് നമ്പേഴ്സ് എടുക്കും ആൻഡ് ആ നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ 90നെയാണ് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. യെസ്, സോ യെസ്, ഞാൻ 90നെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നുണ്ട്. സോ 90 ഡിവൈഡ് ബൈ 2 ചെയ്യാം, നമുക്ക് 45 എന്ന് കിട്ടും. 45 ഡിവൈഡ് ബൈ 2 നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ. 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക, ജസ്റ്റ് ആ രണ്ട് നമ്പേഴ്സ് ആ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. ആ നമ്പറിലെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുക. 4 5 ആഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 9 ഒരു 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 45 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ 15 × 3 ആണ് 45. എഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 5 എന്ന് കിട്ടുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു, എഗെയിൻ വേണമെങ്കിൽ 5 1. സോ യു ക്യാൻ റൈറ്റ് 90 as 90നെ നമുക്ക് എങ്ങനെ എഴുതാം, 90 ഈക്വൽസ് 2 × 3 × അല്ലെങ്കിൽ 2 × 3² × 5 എന്ന് പറഞ്ഞൂടെ. 2 × 3² × 5, റൈറ്റ്. നെക്സ്റ്റ് നമ്പർ ഏതാ, 168 ആണ്. 168. സോ അതിനെയും ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 168നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 84 ആ കിട്ടുക, റൈറ്റ്. 84നെ എഗെയിൻ 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു, 42 എന്ന് കിട്ടും. 42നെ എഗെയിൻ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 21 എന്ന് കിട്ടും. 21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റും അല്ലേ. 3 × 7 ആണ് 21. സോ 3 എന്ന് കിട്ടും, 7 എന്ന് കിട്ടും. 7നെ നമുക്ക് 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, 1 എന്ന് കിട്ടും. സോ 168, യു റൈറ്റ് 168 ആസ് എങ്ങനെ എഴുതാം, 2 ക്യൂബ് അല്ലേ. 2 ക്യൂബ് × എത്ര 2 ഉണ്ട്, 1 2 3, 3 ക്യൂബ് 2 ഉണ്ട്. സോ 2 ക്യൂബ് എന്ന് വരും, 3 × 7. 2 ക്യൂബ് × 3 × 7. ഇതാണ് എന്ത്, നമ്മളുടെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത്. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് LCM അതേപോലെ HCF കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും വരാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത്, ഓക്കെ, LCM ഓഫ് എന്താണ് 90 ആൻഡ് 168. ഞാൻ ആദ്യം LCM ആണ് കണ്ടുപിടിക്കുന്നത്. LCM നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൈം ഫാക്ടറൈസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എടുക്കുക. ഈ പ്രൈം ഫാക്ടറൈസേഷനിൽ ഈ രണ്ട് നമ്പറിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷനിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്, ആരൊക്കെ ഇൻവോൾവ് ആയ, 2 ഇൻവോൾവ് ആയ, ലൈക്ക് 2 ഇൻവോൾവ് ആണ്, 3 ഇൻവോൾവ് ആണ്, 5 ഇൻവോൾവ് ആണ്. ഇവിടെ എഗെയിൻ 2 3 ഉണ്ട്. ഓക്കെ, എഗെയിൻ 7 ഇൻവോൾവ് ആണ്. അപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള ആ രണ്ട് നമ്പേഴ്സിലും വരുന്ന പ്രൈം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൈം ഫാക്ടറൈസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പ്രൈം ഫാക്ടേഴ്സിനെയും നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, എങ്ങനെ എടുക്കുക, 2 × 3 × 5 × 7, 2 3 5 7. ഈ 4 ആൾക്കാരാണ്, 4 ഫാക്ടേഴ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. 2 3 ഒക്കെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, റൈറ്റ്. സോ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞിട്ടില്ല, എന്താ ചെയ്യേണ്ടത്, ഈ ഇൻവോൾവ് ആയിട്ടുള്ള ഈ പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഹയസ്റ്റ് പവറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ LCM കൊടുക്കുമ്പോൾ 2 × 3 × 5 × 7 എന്ന് കൊടുത്തു. എന്നിട്ട് എന്താക്കണം, ഇതിലുള്ള ഹയസ്റ്റ് പവറാണ് കൊടുക്കേണ്ടത്. 2ൻ്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഇവിടെ 2⁻1 ഉണ്ടല്ല, ഇത് 2 എന്ന് പറഞ്ഞാൽ 2⁻1. 2⁻1 2 ക്യൂബ്. അപ്പോൾ 2 ക്യൂബ് ആണ് ഇവിടുത്തെ ഹയസ്റ്റ് പവർ. സോ വി ഷുഡ് ഗിവ് എ ക്യൂബ് ഹിയർ. അപ്പോൾ 2 ക്യൂബ് എന്ന് കൊടുക്കണം, റൈറ്റ്. ഇനി ആരാ ഉള്ളത്, ഇവിടെ 3 ഉണ്ട്. ഇപ്പോൾ 3ൻ്റെ ഹയസ്റ്റ് പവർ ആരാ ഉള്ളത്, 3² ഉണ്ടല്ലേ. ഇവിടെ 3⁻1 ഇവിടെ 3² ഉണ്ട്. സോ
നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, സ്ക്വയർ കൊടുക്കണം, 3 സ്ക്വയർ കൊടുക്കണം. LCMൻ്റെ കേസ് ആട്ടോ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആകുമ്പോൾ ഹയസ്റ്റ് പവർ കൊടുക്കണം, അങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ആരാ ഉള്ളത്? 5 ഉണ്ട്. 5ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ ഇതിൽ? ഇവിടെ ആകെ ഒരു 5 ഉള്ളൂ. ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഈ 5^1 തന്നെയാണ്. സോ 5^1. 7 ഉണ്ട്. 7ൻ്റെ ഹയസ്റ്റ് പവർ 7^1 ആണ്. 7^1. യെസ്. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കി നോക്കുക. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. യെസ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. റൈറ്റ്. 5 × 5 × 7 എന്ന് വരും. റൈറ്റ്. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 8 എന്ത് ചെയ്യാം, 5 × 8 40 എന്ന് കിട്ടും. 5 × 8 40. 40 ഇൻറ്റു പിന്നെ 9 × 7 63. റൈറ്റ്. 63 × 40 എന്ന് കിട്ടും. 63 × 4 ചെയ്ത് നോക്കാം. 63 × 4 ചെയ്ത് നോക്കാം. 63 × 4 എത്ര കിട്ടാം? 12, 1, 4 × 6 24, 25, 252 എന്ന് കിട്ടും. സോ 2520 ആയിരിക്കും നമ്മളുടെ ആൻസർ. ആ 0യും കൂടെ കൊടുക്കാണ്ട്. അപ്പോൾ 2520 ഈസ് അവർ ആൻസർ. യെസ്. 2520 ആണ് നമ്മളുടെ LCM എന്ന് നമുക്ക് കിട്ടി. LCM നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്നെങ്കിൽ ഓപ്ഷൻ ബി ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ്. ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഒഴിവാക്കാം, എലിമിനേറ്റ് ചെയ്യാം. റൈറ്റ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? HCFും കൂടെ അറിഞ്ഞിരിക്കണം. HCF അറിയണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു LCMൻ്റെ കേസിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും എടുത്തു, അതിൻ്റെ ഹയസ്റ്റ് പവർ എടുത്തു. HCFൻ്റെ കേസിൽ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ മാത്രം എടുത്താൽ മതി. LCMൽ എല്ലാ ഫാക്ടേഴ്സിനെയും എടുക്കണം. HCFൽ ഇതിൽ ഈ 2 നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് മാത്രം എടുക്കുക, അതിൻ്റെ ലീസ്റ്റ് പവർ എടുക്കുക. LCMൽ നമ്മൾ ഹയസ്റ്റ് പവർ എടുത്തപ്പോൾ HCFൽ ലീസ്റ്റ് പവർ എടുക്കണം. സോ 90ലും 168ലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം മാത്രമാണല്ലോ. 5ഉം 7ഉം കോമൺ അല്ല, 2ഉം 3ഉം മാത്രമാണ് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ലീസ്റ്റ് പവർ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ HCF വിൽ ബി ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, HCF ഇസ് ഈക്വൽ ടു 2ഉം 3ഉം ആണ് ഇൻവോൾവ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ. അതിൻ്റെ ലീസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ക്യൂബ് ഉണ്ട്, അതിൻ്റെ ലീസ്റ്റ് പവർ 2^1 ആണ്. സോ ഇവിടെ 2^1 കൊടുക്കും. 3ൻ്റെ ലീസ്റ്റ് പവർ ഇവിടെ വരുന്നത് ആരാ? 3 സ്ക്വയറും 3^1 ഉണ്ട്. സോ 3^1 ആണ്. സോ 3^1 കൊടുക്കും. 2^1 × 3^1 എത്രയാണ്? 2 × 3 തന്നെയാണ്. 6 ആണ് നമ്മളുടെ HCF വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ LCM എങ്ങനെ കണ്ടുപിടിക്കുക? LCM നമുക്കറിയാം, പ്രൈം ഫാക്ടറൈസേഷനിൽ എത്ര നമ്പേഴ്സ് ആണോ തന്നത്. ഇനിയിപ്പോൾ 2 നമ്പേഴ്സിൻ്റെ അല്ലേ, ഇപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ആണ്, 2 അല്ല 3 അല്ല, 3 നമ്പേഴ്സ് ആണെങ്കിൽ 4 നമ്പേഴ്സ് ആണെങ്കിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ. സോ ആ നമ്പേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ എടുക്കണം. അതിന് ഹയസ്റ്റ് പവർ കൊടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് LCM കിട്ടുക. HCF കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള കോമൺ ഫാക്ടേഴ്സിനെ മാത്രം എടുക്കുക. ആ നമ്പേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുക്കുക. അതിൻ്റെ ലീസ്റ്റ് പവർ കൊടുത്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് HCF കിട്ടുക. യെസ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. റൈറ്റ്. LCM എന്ന് പറഞ്ഞാൽ 2520യും HCF എന്ന് പറഞ്ഞാൽ 6ഉം ആണ്. യെസ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. 3 bells ring at intervals of 12, 18 and 20 minutes. If they ring together at 6 AM, at what time will they next ring together? സോ ഒരു എന്താണ്, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു എന്താണ്, 3 ബെൽസ് ഉണ്ട്. 3 ബെൽസ് എങ്ങനെയാണ് റിങ് ചെയ്യുക? ഒരു ഇൻ്റർവെൽ 12 മിനിറ്റിൻ്റെയും 18 മിനിറ്റിൻ്റെയും 20 മിനിറ്റിൻ്റെയും ഇൻ്റർവെൽസിലാണ് ഈ ബെൽസ് റിങ് ചെയ്യുക. ആൻഡ് ഇഫ് ദ റിങ് ടുഗദർ അറ്റ് 6 AM, അറ്റ് വാട്ട് ടൈം വിൽ ദ റിങ് ടുഗദർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം ഇവരെല്ലാവരും 6 മണിക്ക് ഒരേപോലെ റിങ് ചെയ്യുന്നുണ്ട് അല്ലേ? 6ന് ഇപ്പോൾ ഫസ്റ്റ് ബെല്ല് ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ബെല്ല് 6ന് ഒരുപോലെ റിങ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ 6 o'clock 3 ബെല്ലും ഒരുപോലെ റിങ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ എയും ബിയും സിയും 3 ബെൽസിന് A B C എന്ന് കൊടുത്തു, വെറുതെ കൊടുത്തു. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം, ഇമാജിൻ ചെയ്ത് നോക്കാം. 6നാണ് ഫസ്റ്റ് എ എന്ന് പറയുന്ന ബെല്ല് ഫസ്റ്റ് റിങ് ചെയ്തതെങ്കിൽ അടുത്ത റിങ് ചെയ്യപ്പോഴാണ് 12 മിനിറ്റ് കഴിഞ്ഞിട്ട് 12 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് അടുത്ത റിങ് വരിക. റൈറ്റ്. സോ 6:12 അടുത്തൊരു റിങ് വരിക. റൈറ്റ്. രണ്ടാമത്തെ ബെല്ലോ 18 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ്. സോ 6:18 അടുത്ത ബെല്ല് വരിക, റിങ് വരിക. റൈറ്റ്. നെക്സ്റ്റ് മൂന്നാമത്തെ ബെല്ലാണെങ്കിൽ 6:20 ആ റിങ് വരിക. റൈറ്റ്. ഓക്കെ. അത് കഴിഞ്ഞാലോ അടുത്തൊരു റിങ് എപ്പോഴാണ് വരിക? ഫസ്റ്റ് ബെല്ലാണെങ്കിൽ അഗെയിൻ ഒരു 12 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് അടുത്ത റിങ് വരുന്നത്. സോ ദാറ്റ് ഈസ് 6:24 അടുത്ത റിങ് വരുന്നത്. റൈറ്റ്. ഇവിടെ എത്രയാണ് വരുന്നത്? 6:36 അടുത്ത റിങ് വരിക. ഇവിടെ അടുത്ത് വരിക 6:40 അല്ലേ? ഇവിടെ എന്താ വരിക? ഇവിടെ 12 ഇങ്ങനെ കൂടും, ഇങ്ങോട്ടേക്ക് അടുത്ത് 12 കൂടും. ഓരോ 12 മിനിറ്റ് കഴിയുമ്പോഴാണ് റിങ് വരുന്നത്. ഇവിടെ 18 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിങ് വന്നു, ഇവിടെ 18 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത റിങ്, അഗെയിൻ 18 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത റിങ്, ഇവിടെ 20 മിനിറ്റ്സ് അങ്ങനെ ആ റിങ് അങ്ങനെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അവർ
അറ്റ് വാട്ട് ടൈം വിൽ ദേ നെക്സ്റ്റ് റിങ് ടുഗദർ എന്നാണ് ചോദിച്ചത്. ഒരുമിച്ച് ഇനി റിങ് ചെയ്യുന്നത് അടുത്തത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ നോക്കി നോക്കുക, ഇപ്പോൾ ആദ്യം റിങ് ചെയ്തത് 0-ൽ, അടുത്തത് 12-ൽ, അടുത്തത് 24-ൽ എക്സെട്ര ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടാമത്തെ വാല്യൂ ആദ്യം 0-ൽ റിങ് ചെയ്തു എന്ന് വിചാരിക്കുക, അടുത്തത് 18-ൽ, 36-ൽ അങ്ങനെ പോകുന്നുണ്ട്. നെക്സ്റ്റ് 0 and 20, 40, 60 അങ്ങനെ പോകും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ ഇനി അടുത്ത വരുന്ന ഒരുമിച്ച് ഒരേപോലെ വരുന്ന നമ്പേഴ്സ്, ഫസ്റ്റ് 0-ലാണ് ഒരുമിച്ച് റിങ് ചെയ്തത് അല്ലേ, ഇനി ഇത് സെയിം ആയി വരുന്ന അടുത്തൊരു കേസ് എപ്പോഴാണെന്നാണ് നോക്കേണ്ടത് അല്ലേ. ഇവിടെ ഇപ്പോൾ 24, 30, 40 ഡിഫറെൻ്റ് ആണ്. അത് സെയിം ആയി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരുമിച്ച് ആ ബെല്ലുകൾ റിങ് ചെയ്യുക. അങ്ങനെ സെയിം ആയി വരുന്ന അടുത്തൊരു കേസ് എപ്പോഴാണ് വരിക? അത് ഈ 3 നമ്പേഴ്സിൻ്റെ LCMലല്ലേ വരിക അല്ലേ. ഇത് 12-ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇങ്ങനെ പോകുന്നത്, ഇത് 18-ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 20-ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ അടുത്തത് അവരെല്ലാവരും ഒരുമിച്ച് സെയിം ആവുന്നത് എപ്പോഴാണ്? LCM വരുമ്പോഴാണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരുമ്പോഴാണ്. ഈ 3 നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ഇവർ ഒരുമിച്ച് വരാം. സോ ആ LCM എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്. സോ നമുക്ക് നോക്കാം. LCM ഓഫ് വാട്ട്? LCM ഓഫ് വാട്ട്? 12, 18 and 20. ഈ 3 നമ്പേഴ്സിൻ്റെയും LCM കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമുക്ക് അടുത്ത ബെൽസ് എപ്പോഴാണ് ഒരുമിച്ച് റിങ് ചെയ്യാമെന്ന് മനസ്സിലാവും. സോ 12, 18 and 20 ഞാൻ എന്ത് ചെയ്യാം? LCM കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യുന്നു. സോ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ 12-ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 12 എന്ന് പറഞ്ഞാൽ 4 into 3 ആണ്, അതായത് 2 square into 3. 18 എന്ന് പറഞ്ഞാൽ 2 into 9 ആണ്, ദാറ്റ് ഈസ് 2 into 3 square. ഓക്കെ. ആൻഡ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 5 ആണ്, അതായത് 2 square into 5 എന്ന് വരും. റൈറ്റ്. ഇനി LCM കണ്ടുപിടിക്കാൻ ഈസിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. കോമൺ അല്ലെങ്കിൽ കോമൺ അല്ല, എന്താണ് ഒരുമിച്ച് വരുന്ന റൈറ്റ് എല്ലാ ഫാക്ടേഴ്സിനെയും, ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ കൊടുക്കുക 2 into 3 into 5. ഈ 3 ഫാക്ടേഴ്സ് ആണല്ലോ ഇൻവോൾവ് ആയിട്ടുള്ളത്, 2, 3 and 5. ഈ 3 ഫാക്ടേഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൻ്റെ ഹയസ്റ്റ് പവർ കൊടുക്കണം. LCM ആകുമ്പോൾ ഹയസ്റ്റ് പവർ. സോ ഇവിടെ ഹയസ്റ്റ് പവർ 2 square ആണ്. 3-ൻ്റെയും ഹയസ്റ്റ് പവർ ഏതാ? 3 square ആണ്. ആൻഡ് 5-ൻ്റെ ഹയസ്റ്റ് പവർ 5⁻1 തന്നെയാണ്. സോ 2 square into 3 square into 5 എന്ന് വരും. ദാറ്റ് ഈസ് 4 into 9 into 5. 4 into 9 is 36. 36 into 5 എന്ന് പറഞ്ഞാൽ 180 ആണ്. സോ ഇതിൻ്റെ LCM 180 ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് അല്ലേ, 180 അല്ലേ കിട്ടുന്നത് എന്നുള്ള കാര്യം. സോ LCM 180 കിട്ടിയെന്ന് മീൻസ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇങ്ങനെ നമ്മൾ 12, 24, 36 ഇങ്ങനെ പോയി 180 എത്തുമ്പോഴാണ് എന്ത് വരാം? അടുത്ത മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 36, 54 ഇങ്ങനെ പോകും. റൈറ്റ്. നെക്സ്റ്റ് 60, 80 അങ്ങനെ പോകും. അങ്ങനെ 180 എത്തുമ്പോഴാണ് ഇവർ ഒരുമിച്ച് വരിക. അതായത് ഈ മൾട്ടിപ്പിൾസിൽ അടുത്തത് കോമൺ ആയിട്ട് വരാൻ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 180 ആണ്. അതിനാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചത്. ആ 180-ൽ എത്തുമ്പോഴാണ് ഇവർ ഒരുപോലെ റിങ് ചെയ്യുന്നത്. അപ്പോൾ അല്ലേ, അങ്ങനെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഈ 180-ൽ എത്തുമ്പോൾ ഈ ബെല്ലുകൾ ഒരുപോലെ റിങ് ചെയ്യും. 0-ൽ ആദ്യം റിങ് ചെയ്തു, ഒരുമിച്ച് റിങ് ചെയ്തു. ഇനി 180 മിനിറ്റ് കഴിയുമ്പോഴാണ് അടുത്ത ഒരുമിച്ച് റിങ് വരിക. 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 hours ആണ്, 3 മണിക്കൂറാണ്. അപ്പോൾ 3 hours കഴിയുമ്പോഴാണ് ഇനി അടുത്ത ഒരുമിച്ചുള്ള റിങ് വരിക എന്ന് മനസ്സിലാക്കുക. സോ 3 hours എന്ന് പറയുമ്പോൾ ഇതാ 6 മണിക്കാണ് ആദ്യം റിങ് ചെയ്തതെങ്കിൽ അടുത്തത് 9 മണിക്കായിരിക്കും. റൈറ്റ്. 9 AM അടുത്ത റിങ് വരിക എന്ന് മനസ്സിലാക്കുക. 180 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി 3 hours. യെസ്, അത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ലോജിക്കലി നമുക്ക് ചിന്തിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റാഷണൽ നമ്പർ? തന്നിരിക്കുന്നതിൽ ഏതാണ് റാഷണൽ നമ്പർ എന്നാണ് ചോദിച്ചത്. സോ നമുക്കറിയാം π+2. നിങ്ങൾ നോക്കാം, പൈ എന്ന് പറഞ്ഞാൽ ഒരു ഇറാഷണൽ നമ്പറാണ്. പൈ ഇറാഷണൽ നമ്പറാണ്, 2 റാഷണൽ നമ്പറാണ്. ഒരു ഇറാഷണലും റാഷണലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക അറിയാം? ഇറാഷണലാണ് കിട്ടുക. ഓക്കെ, ഇറാഷണലും റാഷണലും ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലൊക്കെ നമുക്ക് ഇറാഷണലാണ് കിട്ടുക. സോ ഇതെന്തായാലും റാഷണൽ അല്ല, ഇറാഷണലാണ്. ഈ 2πയും √2 ഒക്കെ ഇറാഷണലാണ്. സോ ഇതും എന്താണ്? ഇറാഷണൽ ആയിരിക്കും. π² - π+1 ഒക്കെ എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. പക്ഷേ ഇത് നോക്കാം, ഇവിടെ √3 ഉണ്ട്, √3 + 1 ഉണ്ട്, √3 - 1 ഉണ്ട്. അത് ഇറാഷണൽ ആണോ റാഷണൽ ആണോ? കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ഇറാഷണൽ അല്ലേ, √3 വന്നിട്ടുണ്ടല്ലോ, ഇറാഷണൽ അല്ലേ എന്ന് തോന്നും. പക്ഷേ ഇവിടെ ആക്ച്വലി നിങ്ങൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? √3 + 1 × √3 - 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി a + b × a - b ഫോമുല. റൈറ്റ്. a + b × a - b ഫോമുല ആണ്. ഓക്കെ, a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. a² - b². അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ √3ൻ്റെ സ്ക്വയർ -1ൻ്റെ സ്ക്വയർ എന്ന് വരും. √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, -1ൻ്റെ സ്ക്വയർ 1 ആണ്. സോ 3 - 1 2 ആണ് നമ്മളുടെ ആൻസർ വരിക. സോ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 2 എന്നുള്ള റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടി?
റാഷണൽ നമ്പറിൻ്റെ ഒരു ഐഡിയ കിട്ടി. സോ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്, വേർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ്. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. ആൻഡ് P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. വേർ Q നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്. ഇനി ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് റാഷണൽ നമ്പേഴ്സ്. ഇറാഷണലോ? ഇറാഷണൽ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. യെസ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിലും അതേപോലെ തന്നെ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടെങ്കിലും റാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്. അതേപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആയിരിക്കും അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 17/8 ഈസ് 17/8ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 17/8 എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം 17/8ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്. പക്ഷേ ഇവിടെ നോക്കാം, നമുക്ക് വേറെ ഒരു മെത്തേഡ് ഉണ്ട്. 17/8 എന്ന് പറയുമ്പോൾ 8 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. റൈറ്റ്. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഈ 2 ക്യൂബിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആരെ കൊടുക്കുന്നുണ്ട്? 5 ക്യൂബും കൂടെ ഞാൻ കൊടുക്കുകയാണ് വിചാരിക്കാം. ഇൻറ്റു 5 ക്യൂബ്. റൈറ്റ്. അപ്പോൾ ഇവിടെയും ഞാൻ ഇൻറ്റു 5 ക്യൂബ്. 2 ക്യൂബിൻ്റെ കൂടെ 5 ക്യൂബ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ദിസ് ഇസ് ആക്ച്വലി 2 × 5 ഹോൾ ക്യൂബ് എന്ന് വരും. 2 × 5 ഹോൾ ക്യൂബ്. 2 × 5 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 × 5 10 ആണ്. 10 ക്യൂബ് എന്ന് വരും. ദിസ് ഇസ് ആക്ച്വലി 1000. അതായത് ഈ 8ൻ്റെ കൂടെ 8 തന്നെയാണ് 2 ക്യൂബ്. 8ൻ്റെ കൂടെ ഞാൻ 5 ക്യൂബ് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 1000 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനിവിടെ ഈ താഴെ ഇവിടെ 5 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? 1000 ആയിട്ട് മാറും. ഡിനോമിനേറ്റർ 1000 ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റ് ഡിവിഷൻ ഒന്നും വേണമെന്നില്ല അല്ലേ? ആ ഡെസിമൽ പോയിന്റ്സ് നമ്മൾ മാറ്റിയിട്ട് കൊടുത്താൽ മതി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 8 × 5 ക്യൂബ് എന്ന് കൊടുത്താൽ 1000 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ക്യൂബ് കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മുകളിലും ഒരു 5 ക്യൂബ് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷന് ഈസി ആയിട്ട് കിട്ടും. റൈറ്റ്. അപ്പോൾ താഴെ എന്തായിട്ട് മാറും? 1000 ആയിട്ട് മാറും അല്ലേ? ഈ 1000 താഴേക്ക് വരും. മുകളിൽ എന്തായിരിക്കും? 17 × 5 ക്യൂബ്. റൈറ്റ്. 17 × 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 17 × 125 ആണ്. 17 × 125. സോ ജസ്റ്റ് നിങ്ങൾ ആ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. 17 × 125 എന്ന് പറയുമ്പോൾ 125 × 17, 5 × 7 35, 3, 2 × 7 14, 14, 17 എന്ന് വരും. 7 yes 7 8 5 2 and 1, that is 5 7 5 12 1 and 11 1 2 2125 എന്നാണ് നമുക്ക് വരിക. 2125 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ 2.125 എന്ന് എഴുതി കൂടെ? ഒരു 3 ഡിജിറ്റ്സ് മുന്നേ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 2.125 എന്നുള്ളൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ 2ൻ്റെയോ അല്ലെങ്കിൽ 5ൻ്റെയോ ഫാക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ആക്കാൻ പറ്റും? 10ൻ്റെ പവേഴ്സിലേക്ക് ഡിനോമിനേറ്ററിനെ ചേഞ്ച് ആക്കിക്കൊണ്ട് നമുക്ക് ആ ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഈസിലി ചെയ്യാൻ പറ്റും. റൈറ്റ്. ഞാൻ അനദർ ക്വസ്റ്റ്യൻ തരാം. ഐ വിൽ ഗിവ് യു അനദർ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കാം. സപ്പോസ് യെസ് 101 അല്ലെങ്കിൽ 101 ഡിവൈഡഡ് ബൈ 125. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ ഈസിലി പറയാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 101 ഡിവൈഡ് ബൈ 125. 101 ഡിവൈഡ് ബൈ 125. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, 125 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5 ക്യൂബാണ്. 125 എന്ന് പറഞ്ഞാൽ 5 ക്യൂബാണ്. അപ്പോൾ ഈ 5 ക്യൂബിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 2 ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്യാണ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഞാൻ 2 ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ക്യൂബിൻ്റെ കൂടെ 2 ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി എന്താ സംഭവിക്കുക? 2 × 5 ഹോൾ ക്യൂബാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 എന്ന് വരും. റൈറ്റ്. 2 × 5 ഹോൾ ക്യൂബ് 1000. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഞാൻ 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഞാൻ 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 101 × 8 ഡിവൈഡഡ് ബൈ 1000. റൈറ്റ്. 101 × 8 ഡിവൈഡ് ബൈ 1000 എന്ന് കിട്ടും. 101 × 8 എന്താ? ഈസിലി നമുക്ക് പറയാൻ പറ്റും 808 ആണ്. ഡിവൈഡഡ് ബൈ 1000. ദിസ് ഈസ് ഈക്വൽ ടു 0.808. ഇതാണ് എന്ത്?
101 ഡിവൈഡ് ബൈ 125ൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത്, ഡെസിമൽ എക്സ്പാൻഷൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിൽ 5ൻ്റെയോ 2ൻ്റെയോ ഒക്കെ പവേഴ്സാണ് തന്നിട്ടുള്ളതെങ്കിൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. യെസ്, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ദി റാഷണൽ നമ്പർ എത്രയാണ്, 14,587 ഡിവൈഡ് ബൈ 1,250 വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ. സോ എന്താ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എത്ര ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾ ആ ഡിവിഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 1250 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ 125 × 10 ആണ് അല്ലേ. 1250 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 125 × 10. 125 എന്ന് പറഞ്ഞാൽ 5 ക്യൂബാണ്. 5 ക്യൂബ് × 10 എന്ന് വരും. അപ്പോൾ ഈ 5 ക്യൂബിൻ്റെ കൂടെ ഒരു 2 ക്യൂബും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 1000 എന്ന് കിട്ടും. 1000ഉം 10ഉം 10,000 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാം. പക്ഷേ ഇവിടെ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്കാം. ജസ്റ്റ് എന്താണ്, ഇവിടെ 10 ആണ്. ഇനി നമ്മളൊരു 2 ക്യൂബും കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ, 2 ക്യൂബും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 2 ക്യൂബ് ഇപ്പം ഇവിടെയാണ് 14587 ഡിവൈഡ് ബൈ 1250. മുകളിലൊരു 2 ക്യൂബും താഴെ ഞാനൊരു 2 ക്യൂബും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് താഴെ എന്ത് കിട്ടും, താഴെ 10,000 കിട്ടൂലേ അല്ലേ. 125 × 2 ക്യൂബ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1000 കിട്ടി. അപ്പോൾ ഇവിടെ ഒരു 0യും കൂടെ ഉണ്ട്. സോ 10,000 എന്ന് കിട്ടും. 10,000 മുകളിൽ 14587 × 8 എന്ന് കിട്ടും. റൈറ്റ്, ഇങ്ങനെയാണ് കിട്ടുക. ഇത് ആക്ച്വലി 7 × 8 എന്ന് പറഞ്ഞാൽ എത്ര, 56 ആണ്. സോ എന്തായാലും ഈ ഒരു നമ്പർ 7 × 8, ഇപ്പോൾ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 56 അല്ലെങ്കിൽ 6ലാണ് എൻഡ് ചെയ്യുക. ന്യൂമറേറ്റർ 6ലാണ് എൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ 6ലാണ് എൻഡ് ചെയ്യുക എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു എന്താണ് ന്യൂമറേറ്റർ എന്താണ്, ഒരു 0-ലല്ല 6ലാണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നമ്പറിനെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസസ് അവിടെ ഉണ്ടാവും, 4 ഡെസിമൽ പ്ലേസസ് ഉണ്ടാവില്ലേ അല്ലേ. 6ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ 10,000 കൊണ്ട് ആ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ഡെസിമൽ പ്ലേസസ് അവിടെ ഉണ്ടാവും. സോ ദിസ് വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ 4 ഡെസിമൽ പ്ലേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്തൂടെ, ആ ഡെസിമൽ എക്സ്പാൻഷൻ്റെ ഒരു കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ. റൈറ്റ്, സോ ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ ആ ക്വസ്റ്റ്യനും സെറ്റായി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി HCF ആൻഡ് LCM ഓഫ് 2 numbers are 33 and 264 respectively. When the first number is completely divided by 2, the quotient is 33, the number is. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് HCF ഓഫ് 2 numbers. ഇപ്പോൾ ഞാൻ ആ 2 നമ്പേഴ്സ് A, B എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ HCF ഓഫ് AB പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 33 എന്നും. LCM ഓഫ് AB എന്ന് പറയുന്നത്, റൈറ്റ്, LCM ഓഫ് AB is 264. സോ HCF നമുക്ക് കിട്ടി, LCMും നമുക്ക് 264 എന്നറിയാം. ആൻഡ് ഓൾസോ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. വെൻ ദ ഫസ്റ്റ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ബൈ 2, ദ കോഷ്യൻ്റ് ഈസ് 33. അപ്പോൾ ഫസ്റ്റ് നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യൻ്റ് 33 എന്ന് കിട്ടി. റൈറ്റ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാം. നമുക്ക് A = A എന്ന് പറയുമ്പോൾ HCF എന്ന് പറഞ്ഞാൽ 2 നമ്പറിനും 33 ആണ്. HCF 33 എന്ന് പറഞ്ഞാൽ ആ 2 നമ്പേഴ്സും 33ൻ്റെ മൾട്ടിപ്പിൾസ് ആവും അല്ലേ. HCF 33 എന്ന് പറഞ്ഞാൽ ആ 2 നമ്പേഴ്സും 33ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഞാൻ ഫസ്റ്റ് നമ്പർ 33x എന്ന് എടുത്തു. A എന്ന് പറയുന്ന ആളെ ഞാൻ 33x എന്ന് കൊടുത്തു. കാരണം എന്താ, 33ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, അത് കാണിക്കാൻ വേണ്ടി 33x എന്ന് കൊടുത്തു. രണ്ടാമത്തെ നമ്പർ ഞാൻ 33y എന്ന് കൊടുത്തു. റൈറ്റ്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഞാൻ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് 2 നമ്പേഴ്സ് എന്ന് വിചാരിക്കാം. വെൻ ദ ഫസ്റ്റ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ബൈ 2, ദ കോഷ്യൻ്റ് ഈസ് 33. അതായത് A ആണ് ഞാൻ ഫസ്റ്റ് നമ്പർ എടുത്തത്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 33 എന്ന കോഷ്യൻ്റ് കിട്ടി. അതായത് A/2 ചെയ്തപ്പോൾ എനിക്ക് 33 കിട്ടി. റൈറ്റ്, ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താ, A എന്ന് പറഞ്ഞാൽ എന്താ, 33x ആണല്ലോ. റൈറ്റ്, അപ്പോൾ ഞാൻ ഇവിടെ Aക്ക് പകരം 33x എന്ന് കൊടുത്തു. ബൈ 2 ചെയ്തപ്പോൾ എനിക്ക് 33 കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 33യും 33യും ക്യാൻസൽ ആവും. x/2 = 1 എന്ന് വരും, ഓർ x = 2 എന്ന് കിട്ടും. അതായത് x 2 ആണ് കിട്ടി. ദാറ്റ് മീൻസ് A എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പർ 33 × 2, ദാറ്റ് ഈസ് 66 ആണ് എന്ന് കിട്ടി. അതായത് ഫസ്റ്റ് നമ്പർ A = 66, ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടി അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പറയാം. വെൻ ദ ഫസ്റ്റ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ബൈ 2, ദ കോഷ്യൻ്റ് ഈസ് 33 എന്ന് പറഞ്ഞാൽ 33 ആണ് HCF. ആ 33ൻ്റെ കൂടെ എന്താണ്, ആ നമ്പറിന് 2 ഡിവൈഡ് ചെയ്തപ്പോൾ 33 അല്ലെങ്കിൽ HCF കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഈ HCFൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ നമ്പർ കിട്ടും, ഫസ്റ്റ് നമ്പർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്പർ 66 ആണ് കിട്ടി. ഫസ്റ്റ് നമ്പർ 66 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, HCF × LCM ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്
HCF ഓഫ് AB അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അനദർ പേജിലേക്ക് എഴുതുന്നുണ്ട്. HCF ഓഫ് AB ഇൻറ്റു LCM ഓഫ് AB. ABൻ്റെ HCFും LCMും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. A ഇൻറ്റു ബി ആ കിട്ടുക. HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു A ഇൻറ്റു ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? HCF അറിയാം, LCM അറിയാം, A എന്ന നമ്പർ അറിയാം, B എന്ന നമ്പർ കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. HCF എത്രയാണ്? HCF 33 ആണ്. ഇൻറ്റു LCM എന്ന് പറഞ്ഞാൽ 264 ആണ്. 264 ദിസ് ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ 66 ആണ്. എക്ക് പകരം 66. B ആണ് കണ്ടുപിടിക്കേണ്ടത്. B എന്ന് പറഞ്ഞാൽ B എന്ന് കൊടുത്തു. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ B നമുക്ക് കിട്ടാൻ B ഈക്വൽ ടു 33 ഇൻറ്റു 264 ഡിവൈഡഡ് ബൈ 66 എന്ന് വരും അല്ലേ. ഈ 66നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സോ 66ഉം 33യും കട്ട് ചെയ്യും, ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. B ഈക്വൽ ടു 264 ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 132. B എന്ന് പറയുന്ന ആൾ 132 ആണെന്നുള്ള ഒരു ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരാം. അതർ നമ്പർ ഈസ് എന്നാണ് ചോദിച്ചത്, അത് 132 ആണ് നമുക്ക് കിട്ടും. HCFും LCMും തന്നു കഴിഞ്ഞിട്ട് ഒരു നമ്പറും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം അല്ലേ. HCF ഇൻറ്റു LCM ഈക്വൽ ടു, യെസ് നോട്ട് ചെയ്ത് വെക്കുക, HCF ഇൻറ്റു LCM ഈക്വൽ ടു A ഇൻറ്റു B അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്. യെസ്, ക്ലിയർ ആക്കി മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LCM ഓഫ് AB is 120, HCF of AB is equal to 6. How many such ordered pairs A, B with A less than or equal to B are possible? ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. LCM തന്നിട്ടുണ്ട്, HCFും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, LCM ഓഫ് AB എന്ന് പറയുന്നത് 120 ആണ്, HCF എന്ന് പറയുന്നത് 6 ആണ്. HCF 6 ആണ്. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? HCF ഓഫ് AB 6 എന്ന് തന്നു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ 6x എന്ന് എടുക്കാം. കാരണം എന്താ? HCFിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്പർ. B എന്ന് പറയുന്ന നമ്പറിനെ 6y എന്ന് പറയാം. HCFിൻ്റെ മൾട്ടിപ്പിൾ ആണ് ആ നമ്പർ. റൈറ്റ്. സോ എനെ ഞാൻ 6xും ബീനെ 6y എന്നും കൊടുത്തു. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു. എന്താണ്? HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു A ഇൻറ്റു B. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ HCF നമുക്ക് തന്നിട്ടുണ്ട്. HCF എത്രയാണ്? 6 ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുട്ട് ചെയ്യാണ്. 6 ഇൻറ്റു LCMനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 120 ഈസ് ഈക്വൽ ടു A ഇൻറ്റു ബിക്ക് പകരം A എന്ന് പറഞ്ഞാൽ 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 6x എന്ന് കൊടുക്കും. Aക്ക് പകരം ഞാൻ 6x എന്നും ബിക്ക് പകരം ഞാൻ 6y എന്നും കൊടുത്തു. എനിക്ക് എന്താ കിട്ടുക? ഇവിടെയുള്ള ഒരു 6ഉം ഇവിടെയുള്ളൊരു 6ഉം ക്യാൻസൽ ആവും. ഓക്കെ, ആൻഡ് ഇവിടെ x ഇൻറ്റു 6y എന്നുണ്ട്. അതിലെ 6നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഡിവൈഡ് ബൈ 6 എന്ന് വരും. അതായത് x ഇൻറ്റു y ഈക്വൽ ടു xy ഈക്വൽസ് 120 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. x ഇൻറ്റു y ഈക്വൽ 120 ബൈ 6. 120 ബൈ 6 എത്രയാണ്? 12 ബൈ 6 2 ആണ്. അപ്പോൾ 120 ബൈ 6 എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. അതായത് XY എന്ന് പറയുന്ന ആൾ 20 എന്ന് കിട്ടും. ഇനി XY എന്ന് പറയുന്ന ആൾ 20 എന്ന് കിട്ടണമെങ്കിൽ നമുക്കറിയാം എന്താണ്? യെസ്, XY 20 കിട്ടണം. XY എന്ന് പറയുമ്പോൾ എന്താണ്? 6x 6y എന്ന് പറയുമ്പോൾ XY എന്ന് പറഞ്ഞാൽ കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. കാരണം എന്താ? ഈ രണ്ട് നമ്പേഴ്സിനും എക്കും ബിക്കും കോമൺ ആയിട്ട് ഹയസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 6 മാത്രമേ ഉള്ളൂ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 6 ആണെങ്കിൽ ഇനി ബാക്കി വരുന്ന ഈ എക്സിനും വൈക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും എന്താണ്? 1 മാത്രം കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. റൈറ്റ്. പക്ഷേ എന്താണ്? 6 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. സോ ഈ ബാക്കിയുള്ള എക്സിനും വൈക്കും 1 ഒഴികെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ കോപ്രൈം നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സ് വൈ കോപ്രൈം നമ്പേഴ്സ് ആണ്. എക്സും വൈയും കോപ്രൈംസ് ആണ്. യെസ്, കോപ്രൈംസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കാം, എക്സ് വൈ നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് വൈ ഈക്വൽ ടു 20 കിട്ടുന്ന കോപ്രൈം ആയിട്ടുള്ള ഇൻഡിജേഴ്സ് ആയിരിക്കുമല്ലോ. കോപ്രൈം ആയിട്ടുള്ള ഇൻഡിജേഴ്സ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിരിക്കും എക്സ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈക്ക് 20 കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പേയേഴ്സ് ഏതൊക്കെയാണ്? എക്സിനും വൈക്കും എടുക്കാൻ പറ്റുന്ന പേയേഴ്സ് നമുക്കറിയാം. 1 ഇൻറ്റു 20 അല്ലെങ്കിൽ 1,20 എന്നുള്ള പെയർ എടുക്കാം. കാരണം 1 ഇൻറ്റു 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടുന്നുണ്ട്. റൈറ്റ്. അതേപോലെ 2 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 20 കിട്ടും. സോ 2,10 എന്നുള്ള പേയേഴ്സ് എടുക്കാം എക്സ് വൈക്ക് പകരം. ഓർ നമുക്ക് 4,5 എടുക്കാം. റൈറ്റ്, 4,5 എന്നുള്ള പെയർ എടുക്കാം. പിന്നെ ഏതാ പറ്റുമോ? 5,4. എക്സിന് 5ഉം വൈക്ക് 4ഉം കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നേരെ തിരിച്ച് എക്സിന് 10ഉം വൈക്ക് 2ഉം കൊടുക്കാം. അതേപോലെ എക്സിന് 20ഉം വൈക്ക് 1ഉം കൊടുക്കാം. ഈ പേയേഴ്സ് ഒക്കെ പോസിബിൾ ആണല്ലേ. ഈ പേയേഴ്സ് ഒക്കെ എക്സിനും വൈക്കും എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും 1 ഇൻറ്റു 20 ചെയ്താൽ 20 കിട്ടും. 2 ഇൻറ്റു 10 ചെയ്താൽ 20. 4 ഇൻറ്റു 5 ചെയ്താൽ 20. 5 ഇൻറ്റു 4 ചെയ്താൽ 20. അങ്ങനെ ഈ പേയേഴ്സ് എല്ലാം പോസിബിൾ ആണ്. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്
എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിട്ട് എത്ര പേയേഴ്സ് പോസിബിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ലെസ് ദാൻ ബി ഓർ ഈക്വൽ ടു ബി ആയിട്ട് എത്ര പേയേഴ്സ് പോസിബിൾ ആണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ് ലെസ് ദാൻ വൈ ആവൂലേ. എ ലെസ് ദാൻ ബി ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ വൈ ആയിരിക്കും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിരിക്കും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിട്ട് ഏതൊക്കെ പേയേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്? ഇതാ ഫസ്റ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ആണ്, റൈറ്റ്, ശരിയാണ്. 2 ലെസ് ദാൻ 10 ആണ്, കറക്റ്റ് ആണ്. 4 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഈ 3 പേയേഴ്സും പോസിബിൾ ആണ്. 5 ഈസ് ഗ്രേറ്റർ ദാൻ 4, സോ ഈ പെയർ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 10 ഗ്രേറ്റർ ദാൻ 2 ആണ്, 20 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 3 പേയേഴ്സ് നമ്മൾ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, എലിമിനേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ, കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല. സോ 2,10 എന്നുള്ള നമ്പർ നിങ്ങൾ നോക്ക്, അവിടെ കോമൺ ആയിട്ട് 2 എന്നുള്ളൊരു നമ്പർ ഇല്ലേ, റൈറ്റ്, കോമൺ ഫാക്ടർ ആയിട്ട് 2 എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. സോ ഈ ഒരു പെയറും ഇവിടെ നമുക്ക് പോസിബിൾ ആവാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. സോ ആകെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 20 എന്ന് പറയുന്ന ഒരു പെയർ പോസിബിൾ ആണ്, റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 4, വൈ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഒരു പെയറും പോസിബിൾ ആണ്. എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 20 ആയി കഴിഞ്ഞാൽ എ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 20. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 20. ആ കേസിൽ എ എന്ന് പറയുന്നത് 6x ആണ്, ദാറ്റ് ഈസ് 6ഉം, ബി ഈക്വൽ ടു 6y ആണ്, ദാറ്റ് ഈസ് 120 എന്ന് വരും. 6, 120 ആയിരിക്കും നമ്പേഴ്സ്. 6, 120 ആണ് നമ്പേഴ്സ് എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും? 6, 120 ആണ് നമ്പേഴ്സ് എങ്കിൽ LCM എന്ന് പറയുന്നത് 120 എന്നും HCF എന്ന് പറയുന്നത് 6 എന്നും നമുക്ക് കിട്ടും ആ പേയേഴ്സിൽ, റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പെയർ നമുക്ക് കിട്ടി. രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് ഈക്വൽ ടു 4, വൈ ഈക്വൽ ടു 5. ഇങ്ങനത്തെ കേസിൽ നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6x ആണ് എ, അപ്പോൾ 6 × 4 24 എന്നും, ബി ഈക്വൽ ടു 6y ആണ്, സോ 6 × 5 30 എന്നും കിട്ടും. 24, 30. 24ൻ്റെയും 30ൻ്റെയും LCM HCF കണ്ടുപിടിച്ച് നോക്കുക. 24ൻ്റെയും 30ൻ്റെയും LCM 120യും HCF 6ഉം ആണെന്ന് നമുക്ക് കിട്ടും. സോ ഈ ഒരു പെയറും നമുക്ക് പോസിബിൾ ആയിട്ട് കിട്ടും. അപ്പം എ ലെസ് ദാൻ ബി ആയിട്ടുള്ള, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിട്ടുള്ള പേയേഴ്സ് എന്ന് പറയുന്നത് 2 പേയേഴ്സ് നമുക്ക് പോസിബിൾ ആണെന്ന് മനസ്സിലായി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇതാണ് ആ 2 പേയേഴ്സ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഇവിടെ എന്ത് കൊടുത്തു? HCF × LCM ഈക്വൽ ടു A × B എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്തപ്പോൾ നമുക്കറിയാം എയും ബിയും 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അത് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? XY ഈക്വൽ ടു 20 എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ കിട്ടും. XY ഈക്വൽ ടു 20. അതിൽ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്തിട്ട്, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഏതൊക്കെ പേയേഴ്സ് പോസിബിൾ ആയിരിക്കും എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത്. യെസ്, അപ്പം ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ത്രൂ ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആൻസേഴ്സ് പറഞ്ഞുതരാം. യെസ്, NSMCൻ്റെ പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമുക്ക് NSMCൻ്റെ സിലബസിലോ അല്ലെങ്കിൽ NSMCനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, NSMC എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. അതൊരു നാഷണൽ ലെവലിൽ നമ്മൾ നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഒരുപാട് പ്രൈസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡിൽ സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ NSMCൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.